ഹംസരാജു എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കാട്ടിക്കൂട്ടുവാണ്. അങ്ങനെയുള്ള അയാളോട് ഒരു സ്വാമിജി പറയുന്നു അയാളുടെ മരണം അയാളുടെ അനിയത്തിന്റെ മൂന്നാമത്തെ കുട്ടി കാരണമായിരിക്കുമെന്ന്. ഇത് അറിയുന്നതിന് ശേഷം അയാളാണെങ്കിൽ ആ കുട്ടി ജനിച്ചു വീഴാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ശ്രമിക്കുവാണ്. അങ്ങനെയിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. ശേഷം അയാളുടെ ജീവിതം ഏതൊക്കെ രീതിയിൽ മാറിപ്പോകുന്നു. അവസാനം എന്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന 2024 പുറത്തിറങ്ങിയ ദേവകി നന്ദന വാസുദേവ എന്ന് പറയുന്ന മൂവിയാണ് നോക്കുന്നത്. അപ്പൊ എല്ലാ മച്ചാമ്മരെ സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനി സമയം കളയുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു കൃഷ്ണന്റെ ശില കാണിക്കുന്നു. ആ ശില ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സ്വാമിജി ഉണ്ടാക്കിയതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കൃഷ്ണന്റെ ശിലയാണെന്നൊക്കെയാണ് പറയുന്നത്. ഓടക്കുഴലാണല്ലോ കൃഷ്ണന്റെ കയ്യിലുണ്ടാവാറ്. എന്നാൽ ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം കൃഷ്ണന്റെ കയ്യിൽ ഒരു സുദർശന ചക്രമാണ് ഉള്ളത്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് ആ ഗ്രാമത്തിലുള്ള ഒരു വലിയ വ്യവസായിനെ കാണിക്കുന്നു. അയാളുടെ പേരിൽ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അത് തട്ടിയെടുക്കാൻ വേണ്ടി ഇപ്പം ഹംസരാജു എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളുടെ ആൾക്കാർ ശ്രമിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഹംസരാജു ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഈ വ്യവസായി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് ഹംസരാജുവിന്റെ വീട് കാണിക്കുന്നു. അയാളുടെ വീട്ടിൽ ഇപ്പൊ വലിയൊരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് നോക്കുവാണെങ്കിൽ അയാൾക്ക് അയാളുടെ അനിയത്തി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. അവളിപ്പോ പ്രഗ്നന്റ് ആണ്. സോ അവൾക്കുണ്ടാവാൻ പോകുന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഈ പൂജ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ വ്യവസായിയായ ദേവേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഹംസരാജുവിനെതിരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി പോലീസുകാർ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പൊ പോലീസുകാരെ പറഞ്ഞൊതുക്കി ഹംസരാജ് നേരെ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യവസായിനെ കാണാൻ വേണ്ടി അയാളുടെ സ്ഥലത്തേക്ക് എത്തുന്നു. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഈ സമയം ഹംസരാജു ആണെങ്കിൽ ദേവേന്ദ്രനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനോട് ഒരു ദേഷ്യം വന്ന ഹംസരാജു അയാൾ അവിടെ വെച്ച് കൊല്ലുവാണ്. അതിനുശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന പോലീസുകാരോട് നിങ്ങൾക്ക് ആ കംപ്ലൈന്റ് തന്ന വ്യക്തി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ആ കംപ്ലൈന്റ് നിലനിൽക്കില്ല എന്നും പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇത്രയും ഡേഞ്ചറായി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ പോലീസുകാർ ഇവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടായി അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹംസരാജു ആണെങ്കിൽ കാശിയിലേക്ക് തീർത്ഥയാത്ര പോവാണ്. അവിടെ വെച്ച് അയാള് വളരെ ശക്തിയുള്ള ഒരു സ്വാമിനെ കാണുന്നു, ഒരാഗോരീനെ. അങ്ങനെ അയാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ ഹംസരാജുവിനോട് പറയുവാണ് തന്റെ അനുജത്തിക്ക് പിറക്കാൻ പോകുന്ന മൂന്നാമത്തെ കുഞ്ഞു കാരണം തന്റെ മരണം സംഭവിക്കുമെന്ന്. ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ഹംസരാജു ആകെ ഷോക്കാവുന്നു. അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലിട്ടുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ അഗോരി പറഞ്ഞ കാര്യങ്ങളും ആലോചിച്ച് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അയാൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആ പോലീസുകാരെല്ലാം വീണ്ടും വരുന്നത്. ദേവേന്ദ്രൻ എന്ന് പറയുന്ന വ്യവസായിനെ അയാൾ കൊന്നായിരുന്നല്ലോ. അത് കണ്ടുകൊണ്ട് നിന്നൊരു വ്യക്തി പോലീസിൽ മൊഴി കൊടുത്തു. അങ്ങനെ ആ കേസിൽ ഒരു സാക്ഷിയുള്ളതുകൊണ്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇപ്പൊ ഹംസരാജിനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാരെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി അയാൾ ചെയ്ത ശിക്ഷയ്ക്ക് 14 വർഷം കഠിന തടവ് കൊടുക്കുവാണ്. അങ്ങനെ കോടതി ശിക്ഷ വിധിച്ചു കഴിയുന്ന സമയത്ത് ഹംസരാജുവിനാണെങ്കിൽ അയാളെ പിടിച്ച ഈ പോലീസുകാരനോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ ഇപ്പൊ കോടതിന് മുമ്പിൽ വെച്ച് ആ പോലീസുകാരൻ അയാൾ കൊല്ലുവാണ്. അങ്ങനെ 14 കൊല്ലം എന്നുള്ള അയാളുടെ ശിക്ഷ 22 കൊല്ലത്തേക്ക് മാറുന്നു. അങ്ങനെ ഇപ്പൊ ആ സീനെല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ നമ്മുടെ നായകന്റെ വീടാണ് കാണിക്കുന്നത്. നായകൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് സാരിന്റെ ബിസിനസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് നമ്മുടെ നായകനെ കാണിക്കുന്നു. ആ ഗ്രാമത്തിലെ അമ്പലത്തിലെ ഉത്സവം നടക്കുമായിരുന്നു. ഈ സമയത്ത് അവിടുത്തെ പ്രധാന ഒരു മത്സരമായിരുന്നു ഉറിയടി മത്സരം. ആ മത്സരത്തിൽ നായകൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ നായകന്റെ മെയിൻ എതിരാളിയായിരുന്നു രംഗ എന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ ആൾക്കാരും. എന്നാൽ അവരെയൊക്കെ തോപ്പിച്ചുകൊണ്ട് നായകനത് വിജയിക്കുന്നു. അങ്ങനെ സീനോടെ കട്ടായി അടുത്ത സീനില് നായകന്റെ അമ്മേനെ കാണിക്കുന്നു. അവർക്കാണെങ്കിൽ ഈ ജാതകത്തിലും ജ്യോത്സ്യത്തിലും ഒക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. അവരിപ്പോ ഒരു ജ്യോത്സ്യനെ കണ്ട് നായകന്റെ ജാതകം ചെക്ക് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ജാതകം നോക്കുന്ന ജ്യോത്സ്യം പറയുന്നു നായകൻ ഇപ്പൊ കഷ്ടകാലമാണെന്ന്. ഈ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്, അവന്റെ ജീവന് വരെ ആപത്താണെന്ന്. ഇത് കേൾക്കുന്ന നായകന്റെ അമ്മ ആകെ സങ്കടപ്പെടുന്നു. കാരണം നായകൻ അവരുടെ മൂന്നാമത്തെ കുട്ടിയായിരുന്നു. ആദ്യത്തെ 2 കുട്ടികളും മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തന്റെ മകന് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ സ്വാമി എന്ന് നായകന്റെ അമ്മ ചോദിക്കുന്നു. മകനോട് പ്രശ്നങ്ങളൊന്നും പോയി ചാടലെന്ന് പറയണം. പിന്നെ ഞാൻ പൂജിച്ചൊരു ചരട് തരാം, അത് അവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണമെന്നും സ്വാമി പറയുന്നു. അങ്ങനെ ആ ചരട് കൊടുക്കുവാണ്. അങ്ങനെ അടുത്ത സീനിലെ ചരടുമായിട്ട് വന്ന് നായകന്റെ അമ്മ നായകന്റെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി ചാടലെന്നൊക്കെ അമ്മ ഉപദേശിക്കുകയാണ് അവനെ. അത് കഴിഞ്ഞ് നായകൻ നേരെ അമ്പലത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നായകൻ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുവാണ്. ഇവളാണ് നമ്മുടെ മൂവിലെ നായിക. അവളുടെ പേര് സത്യ എന്നാണ്. അങ്ങനെ ഇപ്പൊ ആദ്യമായിട്ട് അവിടെ വെച്ച് അവളെ കണ്ടപ്പോൾ തന്നെ നായകനാണെങ്കിൽ അവളെ വല്ലാതെ ഇഷ്ടാവുന്നു. മനസ്സിൽ അവളോട് ഒരുപാട് ഇഷ്ടം തോന്നിയുകൊണ്ട് നായകൻ അവിടെ വെച്ച് അവളെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നായകൻ അവളെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ നായകൻ അവളെ ഒന്ന് ട്യൂൺ ചെയ്ത് വരുന്ന സമയത്ത് അവളോട് അവളുടെ ഫ്രണ്ട്സ് വന്ന് പറയാണ് രംഗ വന്നിട്ടുണ്ടെന്ന്. അന്ന് ഉത്സവത്തിന്റെ സമയത്ത് നടന്ന ആ ഉറിയടി മത്സരത്തിലെ നായകന്റെ മെയിൻ എതിരാളിയായിരുന്നല്ലോ ഈ രംഗ. ഈ രംഗ സത്യനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതായിരുന്നു. ഇയാൾ നായകന്റെ അച്ഛന്റെ ആളായിരുന്നു. അതുകൊണ്ടാണ് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അയാൾ വന്നത്. എന്തായാലും ഇന്ന് ഇത്രയെങ്കിലും അവളെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. തുടർന്നുള്ള ദിവസങ്ങളിൽ അവളെ ഫുള്ള് സെറ്റാക്കി എടുക്കണം എന്നൊക്കെ നായകൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ നായകൻ അമ്മയോടൊപ്പം അമ്പലത്തിലേക്ക് വരുന്നു. അന്ന് സത്യ എവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഒരു ചാൻസ് കിട്ടിയപ്പോൾ നായകനാണെങ്കിൽ അത് വെറുതെ വിടുന്നില്ല. അവളോട് പോയിട്ട് കുറെ നേരം സംസാരിക്കുന്നു. അങ്ങനെ അവളുമായിട്ട് കൂടുതൽ ക്ലോസ് ആവാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്പലത്തിന് പുറത്ത് ഒരു പ്രശ്നം നടക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത്. അത്
അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രഗ്നന്റ് വുമണിനെ അവരുടെ ഭർത്താവ് എന്തോ കാര്യം കൊണ്ട് ഒരുപാട് തല്ലുവാണ്. അങ്ങനെ ഇത് കണ്ട നായകനാണെങ്കിൽ അതിൽ പോയി ഇടപെടുന്നു. ആ ഭർത്താവിനെ പിടിച്ചു മാറ്റി ആ പ്രഗ്നന്റ് ആയ ലേഡീനെ രക്ഷപ്പെടുത്തുന്നു. എടോ താൻ ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്റർ ആണെന്നൊക്കെ അയാൾ ഈ സമയം പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫാമിലി മാറ്റർ ആണെങ്കിലും അല്ലെങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പരിഗണനയും ബഹുമാനവും അവർക്ക് കൊടുക്കണം. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം വളരെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നായകൻ അയാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ കൺവിൻസ് ആവുന്നു. അങ്ങനെ ചെയ്തു പോയ കാര്യത്തിന് ഭാര്യനോട് മാപ്പെല്ലാം ചോദിച്ച് ഭാര്യനെ അയാൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ നായകൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നായികയ്ക്ക് നായകനോട് നല്ലൊരു ഇംപ്രഷൻ തോന്നുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും നായകൻ എങ്ങനെ ഫോളോ ചെയ്യുവാണ്. അങ്ങനെ അവളുമായിട്ട് നായകൻ അടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം നായകന്റെ അമ്മ നായകനോട് മോനെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കി, നിനക്കുള്ള നന്നായിട്ട് ചേരുമെന്നൊക്കെ പറഞ്ഞ് നായകനോട് സംസാരിക്കുവാണ്. ഈ സമയം നായകൻ അവന്റെ ഫോണില് നായകന്റെ ഒരു ഫോട്ടോ കാട്ടി കൊടുത്ത് അമ്മ ഈ കുട്ടി എനിക്ക് അതിനേക്കാളും ചേരും, സോ എനിക്ക് ഇവളെ മതി എന്ന് പറയുവാണ്. അതിന്റെ അടുത്ത ദിവസം നായകന്റെ അമ്മയാണെങ്കിൽ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ കൃഷ്ണന്റെ പ്രതിമയുള്ള അമ്പലമില്ലേ അവിടെ എത്തി നായകന്റെ ആയുസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് 22 കൊല്ലത്തെ കഠിന തടവെല്ലാം കഴിഞ്ഞ് ഹംസരാജു എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ ആ സീനുടെ കട്ടായി വീണ്ടും നായകനെ കാണിക്കുന്നു. സത്യ ഇപ്പോൾ ഒരു ആർട്ട് ഗാലറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്ന സമയത്ത് നായകൻ അവിടേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ അവളോട് സംസാരിക്കുകയോ അവളുടെ മൊബൈൽ നമ്പർ എല്ലാം വാങ്ങി അവളുമായിട്ട് കൂടുതൽ ക്ലോസ് ആവുകയൊക്കെ ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ നായകനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ അവളാണെങ്കിൽ അപ്പൊ നായകനോട് പറയുന്നു നമ്മൾ കുറച്ച് നാളല്ലേ അയാളോട് പരിചയപ്പെട്ടിട്ട്, ഇനിയും കുറെ മനസ്സിലാക്കാനുണ്ട്, അതിനുശേഷം നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന്. അങ്ങനെ ആ സീനുടെ കട്ടായി അടുത്ത സീനിൽ വീണ്ടും ഹംസരാജ് എന്ന് പറയുന്ന വ്യക്തിനെ കാണിക്കുന്നു. അയാൾ അന്ന് ആ വ്യാപാരിനെ കൊന്നതില് ഒരു വ്യക്തി സാക്ഷി പറഞ്ഞുകൊണ്ടാണല്ലോ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ വ്യക്തിന്റെ പേര് ഭൂപതി എന്നായിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി ഹംസരാജ് നേരെ ചെല്ലുന്നത് ഭൂപതിന്റെ അടുത്തേക്കാണ്. അന്ന് ആ കേസിൽ അയാൾ അറസ്റ്റ് ചെയ്ത ആ പോലീസുകാരനെ അയാൾ അന്ന് തന്നെ കൊന്നായിരുന്നു. ഇപ്പൊ ഭൂപതി എന്ന് പറയുന്ന വ്യക്തിനെയും സ്പോട്ടിൽ അയാൾ തീർത്ത് കളയുവാണ്. അങ്ങനെ തന്റെ 22 കൊല്ലത്തെ ജയിൽ ശിക്ഷേന്റെ പ്രതികാരമെല്ലാം അയാൾ ഇവിടെ തീർക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹംസരാജു ആണെങ്കിൽ കാറും എടുത്തുകൊണ്ട് എവിടെയൊക്കെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് അയാളുടെ കാർ കേടാവുന്നു. ഈ സമയം വഴിയിലൂടെ നമ്മുടെ നായകൻ ബൈക്കുമായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകനോട് അയാളെ ലിഫ്റ്റ് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അയാൾക്ക് ലിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ബൈക്കിൽ അയാളെ കയറ്റി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാലയെല്ലാം നായകൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇത് കണ്ട നായകൻ അയാളോട് സാറ് വലിയ വിശ്വാസിയാണല്ലേ, എന്റെ അമ്മ ഇതുപോലെ തന്നെയാ, ഇത് കണ്ടില്ലേ വിശ്വാസത്തിന്റെ പേരിൽ എന്റെ കയ്യിൽ അമ്മ കെട്ടിയിരിക്കുന്ന കുറെ അധികം ചരടുകൾ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായകൻ സംസാരിക്കുന്ന സമയത്ത് നിന്റെ പേരെന്താ, നിന്റെ അമ്മയുടെ പേരെന്താന്ന് അയാൾ ചോദിക്കുന്നു. എന്റെ പേര് കൃഷ്ണ, എന്റെ അമ്മയുടെ പേര് ദേവകി എന്നാണെന്ന് നായകൻ പറയുവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഹംസരാജു ആകെ ഷോക്കാവുന്നു. അങ്ങനെ ആ സീനുടെ കട്ടെ അടുത്ത സീനില് ഹംസരാജുവിന്റെ വീട് കാണിക്കുന്നു. അയാൾക്ക് അയാളുടെ അനിയത്തിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ അനിയത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നുള്ള വിഷമം കൊണ്ട് അതിന് സമ്മതിക്കാതെ അനിയത്തിനെയും അവളുടെ ഭർത്താവിനെയും ഈ വീട്ടിൽ തന്നെയായിരുന്നു അയാൾ താമസിപ്പിച്ചിരുന്നത്. എന്നാൽ അയാൾ അന്ന് കാശിക്ക് പോയ സമയം ഒരു സ്വാമിജി അയാളോട് പറയുന്നുണ്ടായിരുന്നല്ലോ അയാളുടെ അനിയത്തിന്റെ 3ാമത്തെ കുട്ടി കാരണം ഇയാൾ മരണപ്പെടുമെന്ന്. ആ ഒരു പേടി മനസ്സിൽ കിടക്കുന്നുണ്ട്. അന്ന് വ്യാപാരിനെ കൊന്ന കേസില് ഹംസരാജു അകത്തു പോകുന്നുണ്ടായിരുന്നെങ്കിലും ആ സ്വാമി പറഞ്ഞൊരു കാര്യം നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അയാൾ ജയിലിൽ ഇരുന്നുകൊണ്ട് അയാളുടെ ആൾക്കാരെ കൊണ്ട് അയാളുടെ അനിയത്തിക്ക് 3ാമത്തെ കുട്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അനിയത്തിന്റെ ഹസ്ബൻഡിനെ കൊല്ലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഹംസരാജുവിന്റെ അനിയത്തി പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഹംസരാജു ജയിലിൽ പോയതിനു ശേഷമാണ് അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത്. ആ ഒരു ഒറ്റ പ്രസവത്തിൽ അവർക്ക് 3 കുട്ടികളാണ് ഉണ്ടാവുന്നത്. ഹംസരാജു ഈ ഒരു കാര്യം പേടിച്ച് ഇങ്ങനൊരു കാര്യം ചെയ്തു കൂട്ടിയെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹംസരാജുവിന്റെ അനിയത്തി അറിയുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടായത് 3 കുട്ടികളാണെന്ന് അറിയിക്കാതെ അവരെ ആ കുട്ടികളെ വളർത്താൻ തുടങ്ങുന്നു. അതിലൊരാളായിരുന്നു നമ്മുടെ നായികയായ സത്യ. ഇപ്പോഴും ഒരു 3 കുട്ടികളാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. 3 പേരും രൂപം കൊണ്ട് ഒരേപോലെ തന്നെ ആയതുകൊണ്ട് അവര് പുറത്തേക്ക് പോകുന്നതിലും അകത്തേക്ക് വരുന്നതിലൊന്നും ആർക്കും ഡൗട്ട് തോന്നില്ലായിരുന്നു. ആരെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെയാണ് അവരുടെ അമ്മ അവരെ വളർത്തിക്കൊണ്ട് വന്നതും. അങ്ങനെ ഇപ്പൊ സത്യന്റെ ബാക്കി 2 സിസ്റ്റേഴ്സിനെ കാണിക്കുന്നു. ഒരാളുടെ പേര് രാധ എന്നും ഒരാളുടെ പേര് രുക്മിണി എന്നായിരുന്നു. 3 പേരും രൂപം കൊണ്ട് ഒരേപോലെ തന്നെ. ഇപ്പൊ ഹംസരാജുവിന്റെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് അയാളെ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇവർ ശരിക്കും കുറച്ചും കൂടി ശ്രദ്ധിക്കുവാണ്. ഇൻ കേസ് ഈ കാര്യങ്ങളും പുറത്തറിഞ്ഞ പിന്നെ ഇവരുടെ 3 പേരുടെയും ജീവനാപതായിരിക്കും. അങ്ങനെയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഹംസരാജു ഇല്ലാതാക്കിയ ഭൂപതിന്റെ ആൾക്കാരുണ്ടല്ലോ അവർ ഇയാളോട് പ്രതികാരം വീട്ടാൻ വേണ്ടി ഇയാളെ ഒരു സ്ഥലത്ത് വെച്ച് സ്കെച്ച് ഇടുന്നു. അത്രയും പേരുടെ മുമ്പില് ഹംസരാജു ഒറ്റയ്ക്ക് വന്ന് പെടുന്നോണ്ട് തന്നെ ഹംസരാജിന് അവരോട് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഈ സമയമാണ് അവിടെ കൂടി നമ്മുടെ നായകൻ പോകുന്നത്. അങ്ങനെ നായകനെ ഈ കാഴ്ച കണ്ട് ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഹംസരാജിനെ രക്ഷിക്കുന്നു. ഒരു ആപത്ത് സമയത്ത് നായകൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ നായകനെ ഹംസരാജിന് ബോധിക്കുന്നു. അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ട് അവനെ അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. ഈ സമയം അവനെ കണ്ട് രംഗ ഇവനെ ഇങ്ങോട്ട് എന്തിനെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുവാണ്. എന്റെ ഒരു ആപത്ത് സമയത്ത് സഹായിച്ച പയ്യനവൻ, ഈ മുതൽ ഇവനും നമ്മുടെ ആളാണെന്ന് രംഗനോട് ഹംസരാജ് പറയുന്നു. ഇതേ സമയം തന്നെ അവിടെ നമ്മുടെ നായകൻ കാണുവാണ്. നായിക ഈ വീട്ടിലാണെന്ന് നായകൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്റെ അങ്കിളായ ഹംസരാജു നായകനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് നായിക ആകെ സർപ്രൈസ്ഡ് ആവുന്നു. അങ്ങനെ അന്ന് രാത്രി മുറിയിലേക്ക് എത്തുന്ന സമയത്ത് നായിക ഇങ്ങനെ നായകന് ഇഷ്ടമാണെന്നുള്ള കാര്യം അവളുടെ അമ്മേനോടും സഹോദരിമാരോടും പറയുന്നു. ഇതേ സമയം തന്നെ നായകനെ അവിടേക്ക് കാണാൻ വേണ്ടി നായകൻ എത്തുവാണ്. അങ്ങനെ ഇപ്പൊ നായകൻ വാതിൽ തട്ടുന്ന സമയത്ത് നായകന്റെ അമ്മ അവളെ 2 സഹോദരിമാരെയും കട്ടിലിനടിയിൽ ഒളിപ്പിക്കുന്നു. അവിടേക്ക് എത്തി അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന നായകനെ പോലെ തന്നെയുള്ള അവളുടെ സഹോദരിമാരെ കാണുവാണ്. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് നായകൻ അങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് നായകന്റെ അമ്മ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നായകനോട് പറയുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായകൻ ശരി ഈ കാര്യം താൻ ആരോടും പറയില്ല, എന്നെ നിങ്ങൾക്ക്
വിശ്വസിക്കാന്നൊക്കെ പറയുന്നു. അതുപോലെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഹംസരാജു ആണെങ്കിൽ നായകനെ പല ആവശ്യങ്ങൾക്കും അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. കാരണം നായകൻ അന്നൊരു ആപത്തുണ്ടായ സമയത്ത് അയാളെ ഹെൽപ്പ് ചെയ്തായിരുന്നല്ലോ. ആ ഒരു പരിഗണന കൊണ്ടാണ് അയാൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് നായകൻ അയാളുടെ അടുത്ത ഒരാളായി മാറുന്നു. അങ്ങനെ ഒരു ദിവസം നായകനെ കോളേജിൽ കൊണ്ടു വിടാൻ വേണ്ടി നായകനോട് ഹംസരാജു പറയുകയാണ്. അങ്ങനെ നായകൻ കാറിൽ അവളെ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹംസരാജുവിന്റെ ദേഷ്യമുള്ള ഭൂപതിന്റെ ആൾക്കാര് വഴിയിൽ വെച്ച് വണ്ടി തടഞ്ഞ് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം വേണ്ട രീതിയിൽ നായകൻ അവരോട് പോരാടി നായകനെ സേവ് ചെയ്യുന്നു. എന്നാൽ അതിൽ നായകന് ചെറിയ പരിക്ക് വരുന്നുണ്ട്. ഈ കാര്യം അറിയുന്ന സമയത്ത് ഹംസരാജു അവിടേക്ക് എത്തി അങ്ങനെ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അന്ന് രാത്രി ഈ കാര്യങ്ങളെല്ലാം നായകൻ റൂമിൽ വന്ന് അവളുടെ അമ്മേനോടും ബാക്കി 2 സഹോദരിമാരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ റൂമിൽ ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിന് വെളിയിലൂടെ പോകുന്ന ഹംസരാജു ആണെങ്കിൽ മുറിയിൽ അവരുടെ 3 പേരെ സംസാരം കേൾക്കുന്നു. അങ്ങനെ മുറിയിൽ അനിയത്തിനെയും മകളെയും കൂടാതെ വേറെ ആരെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അയാൾ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കുന്നു. അപ്പൊ അയാൾ ഈ കാഴ്ച കാണുവാണ്. അതായത് നായികനെ പോലെ മറ്റു 2 പെൺകുട്ടികളും കൂടി. അങ്ങനെ ഇപ്പൊ ഇത് കണ്ട ഹംസരാജിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ ഇനി അവരെ ബാക്കി വെക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ 3 പേരെയും അവരുടെ അമ്മയുടെ കൺമുമ്പിൽ വെച്ച് അയാളെ കൊന്നു കളയുന്നു. ഈ സമയത്ത് പെട്ടെന്ന് നായികന്റെ അമ്മ ഞെട്ടി എഴുന്നേക്കുവാണ്. ശരിക്കും ഇപ്പം നടന്ന ഈ കാര്യം അവർ സ്വപ്നം കണ്ടതായിരുന്നു. ഇതൊരു സ്വപ്നമാണെങ്കിലും ഇങ്ങനൊരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യം അമ്മയ്ക്ക് ശരിക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ തന്റെ മക്കളെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യാന്നൊക്കെ ആലോചിക്കുന്നു. അതുപോലെ അവരുടെ കൺസേണിനെ പറ്റി അവർ നായകനോടും പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വീട്ടിലേക്ക് എത്തിയ നായകനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നീ എന്താ മോനെ ഈ ആലോചിച്ച് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്ന് അവനോട് അവന്റെ അമ്മ ചോദിക്കുന്നു. അപ്പൊ നായകനാണെങ്കിൽ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം അമ്മേനോട് ഷെയർ ചെയ്യുവാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒരു ടെൻഷൻ ആവുന്നു. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ട് തന്റെ മകൻ എന്തെങ്കിലും ആപത്ത് വരുമെന്ന്. അങ്ങനെ ആ സിനിമ കട്ടെ അടുത്ത സീനില് ഭൂപതിന്റെ കുറച്ച് ആൾക്കാര് പാതിരാത്രി ഹംസരാജിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഉറക്കിടക്കുന്ന ഹംസരാജിനെ കൊല്ലാൻ വേണ്ടിയാണ് യുവമാർ ഇങ്ങനെ വരുന്നത്. അങ്ങനെ അവിടെ എത്തി അവന്മാർ അതിന് ശ്രമിക്കുന്ന സമയത്ത് ഹംസരാജു അതിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വമായിട്ട് രക്ഷപ്പെട്ട് കൊല്ലാൻ വന്ന ആൾക്കാരെ തിരിച്ചാക്രമിച്ച് അവരെ അവിടെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹംസരാജു ആണെങ്കിൽ അന്ന് പോയ പോലെ കാശിയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര പോവുകയാണ്. ഇതേ സമയം അന്ന് കണ്ട പോലെ അതേ അഘോരിനെ തന്നെ അയാൾ വീണ്ടും കാണുന്നു. ഹംസരാജിനെ കാണുന്ന സമയത്ത് തന്നെ അയാൾ പറയുവാണ്, താൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയില്ലേ, ആ കാര്യങ്ങൾ ഏകദേശം നടക്കാനായിട്ടുണ്ടെന്ന്. അതങ്ങനെ സാധ്യമാവും, ഒരു ഒറ്റ കുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതിനുവേണ്ട കാര്യങ്ങളെല്ലാം അന്ന് തന്നെ ഞാൻ ചെയ്തതാണ്. അങ്ങനെ ഹംസരാജു ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അഘോരി പറയാണ് അത് തന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. തന്റെ സഹോദരിക്ക് 3 കുട്ടികളുണ്ട്. എല്ലാം കറക്റ്റായിട്ട് അറിയുന്ന അഘോരി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇത് കേട്ട് ഹംസരാജു ആകെ ഷോക്കാവുന്നു. അപ്പൊ തന്റെ പെങ്ങള് ഇത്ര നാളും തന്നെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുവായിരുന്നോ, അവൾക്കപ്പൊ ശരിക്കും 3 മക്കളുണ്ടോ എന്നൊക്കെ അയാൾ ആലോചിക്കുന്നു. ഇതേ സമയം തന്നെ നായകന്റെ വീട് കാണിക്കുവാണ്. നായകനിപ്പോ കൂടുതൽ സമയം ഹംസരാജുവിന്റെ കൂടെയാണ്. അയാളുടെ വീട്ടിലുള്ള ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് നായകൻ നടക്കുന്നതെന്നൊക്കെ അറിയുന്ന സമയത്ത് നായകന്റെ അമ്മ ആകെ ഷോക്കാവുന്നു. അങ്ങനെ നായകന്റെ അമ്മ ഒരു വലിയ സത്യം നായകനോട് തുറന്നു പറയുന്നു. നായകന്റെ ചെറുപ്പത്തിൽ തന്നെ നായകൻ അവന്റെ അച്ഛനെ നഷ്ടമായതാണ്. അവന്റെ അച്ഛനെ കൊന്നത് ഈ ഹംസരാജു ആണ്. നായകന്റെ അച്ഛൻ ആരാണെന്നറിയാവോ? അന്ന് ആ വ്യവസായിനെ കൊന്ന കേസില് ഹംസരാജുവിനെ അറസ്റ്റ് ചെയ്ത ആ പോലീസുകാരനില്ലേ, അയാളായിരുന്നു നായകന്റെ അച്ഛൻ. അന്ന് വഴിയിൽ വെച്ച് നായകൻ ബൈക്കിന് ലിഫ്റ്റ് കൊടുത്ത സമയത്ത് നായകൻ അവന്റെ അമ്മേന്റെ പേരും പറയുന്നുണ്ടായിരുന്നല്ലോ. അത് കേട്ടപ്പോ ഹംസരാജു ഒന്ന് ഷോക്കാവാൻ ഇതായിരുന്നു കാരണം. അമ്മ ഇത്ര നാളോ ഈ കാര്യം നായകനിൽ നിന്ന് മറച്ചു വെച്ചതില് നായകൻ അമ്മേനോട് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ അയാൾ ചെയ്ത ഈ തെറ്റില് അയാളുടെ അനിയത്തിക്കോ അവരുടെ 3 മക്കൾക്കോ യാതൊരു പങ്കുമില്ലായിരുന്നു. അതുകൊണ്ട് അവനെ രക്ഷിക്കാന്നുള്ള തീരുമാനം താൻ മാറ്റില്ല എന്നും നായകൻ അമ്മേനോട് പറയുന്നു. ഇതേ സമയം ഹംസരാജു വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ തന്റെ 3 മക്കളെയും കൂട്ടിക്കൊണ്ട് അവർക്കൊരു പൂജ നടത്താൻ വേണ്ടി ഹംസരാജുവിന്റെ അനിയത്തി അവിടെയുള്ള ആ കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. ഇതേ സമയമാണ് കാശിയിൽ പോയ ഹംസരാജു ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ അയാൾ വീട്ടിലെത്തുന്ന സമയം അവർ വീട്ടിലില്ലാന്ന് മനസ്സിലാക്കി അവർ അമ്പലത്തിൽ പോയതാണെന്ന് അറിഞ്ഞ് അയാൾ അവിടേക്ക് അവരെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നു. ഇതേ സമയം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നായകൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പൊ ഹംസരാജു അനിയത്തിനെയും അവരുടെ 3 മക്കളെയും ഉപദ്രവിക്കാൻ തുടങ്ങുന്ന സമയത്ത് നായകൻ തടഞ്ഞ് അതിലിടപെടുന്നു. ഈ സമയം നായകനെ അയാൾ അടിച്ചു താഴെ ഇടുവാണ്. ഈ സമയം കറക്റ്റായിട്ട് അവിടേക്ക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നായകന്റെ അമ്മ വരുന്നു. അങ്ങനെ നായകന്റെ ഈ അവസ്ഥ കണ്ട് അവര് പൊട്ടിക്കരയുന്നു. അങ്ങനെ അമ്മേന്റെ കരച്ചിൽ കേട്ട് നായകൻ ചാടി എഴുന്നേക്കുവാണ്. അങ്ങനെ വീണ്ടും നായകൻ ഹംസരാജുമായിട്ട് ഫൈറ്റ് ആവുന്നു. അങ്ങനെ ഈ ഒരു ഫൈറ്റിനൊടുവിൽ അവർക്ക് 2 പേർക്കും ഒരുപാട് പേർക്ക് പറ്റുന്നു. ഈ സമയം നായകനെ കുത്താൻ വേണ്ടി ഹംസരാജു ആണെങ്കിൽ ഒരു വലിയ കത്തി എടുത്തുകൊണ്ട് വരുവാണ്. അപ്പൊ നായകൻ അയാളെ ചവിട്ടുന്നു. അപ്പൊ ആ കത്തിയാണെങ്കിൽ തെറിച്ചുപോയി അവിടെയുള്ള കൃഷ്ണന്റെ കയ്യിലുള്ള ആ ചക്രത്തിൽ തട്ടി നേരെ തിരിച്ചു വന്ന് ഹംസരാജുവിനെ മേത്ത് കൊള്ളുന്നു. അങ്ങനെ ആ കത്തി കുത്തി ഇറങ്ങി ഹംസരാജു മരിക്കുവാണ്. അങ്ങനെ അനീതിന്റെ 3ാമത്തെ കുട്ടി കാരണമല്ല, അയാൾ ചെയ്ത ഈ കുറ്റങ്ങൾക്കെല്ലാം ഉള്ള ശിക്ഷ ദൈവം തന്നെ അയാൾക്ക് കൊടുത്തായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ മച്ചാമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. പിന്നെ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.